CPIയുടെ മുതിർന്ന നേതാവാണ് സി ദിവാകരൻ. അദ്ദേഹം മുൻപ് VS സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. നിരവധി തവണ MLA ആയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലും നെടുമങ്ങാടുമായി നിന്ന് MLA ആയിട്ടുള്ള വ്യക്തിയാണ്. സി ദിവാകരൻ തുറന്നടിച്ചിരിക്കുകയാണ്. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തവരെ PSCയിൽ അതിനകത്ത് കമ്മിറ്റി അംഗങ്ങളാക്കുകയും അവരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടത്തുകയും സാധാരണക്കാർക്ക് പണി കൊടുക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിനെ അങ്ങേയറ്റം അവജ്ഞയോടെയാണ് പുച്ഛിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി ദിവാകരൻ പറയുന്നത്. അതുമാത്രമല്ല, സർവ മേഖലയിലും പിണറായി വിജയൻ നടത്തുന്ന അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതം എല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് സി ദിവാകരൻ ചോദിക്കുന്നത്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര പരിപാടികൾ നമ്മൾ നോക്കിയാൽ അറിയാം. അതുമാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നേറാനാണ് CPIM പിണറായി വിജയൻ സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രകൃതി ദുരന്തമോ പ്രശ്നങ്ങളോ വന്നാൽ വലിയ രീതിയിൽ സെസ് വർധനയും നികുതി വർധനയും നടപ്പിലാക്കി ഇവിടെ പൊതുജീവിതം ദുസ്സഹമാക്കുക. ഇവിടെ പെട്രോളിനും ഡീസലിനുമൊക്കെ ഏർപ്പെടുത്തുന്ന സംസ്ഥാനത്തിൻ്റെ അധിക നികുതി, അതുവഴി കിട്ടുന്ന വലിയ തോതിലുള്ള ലാഭവിഹിതമുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വെള്ളാനകളെ തീറ്റിപ്പോറ്റാനാണ്. അതായത് സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ ശ്രമിക്കുന്നത് ഒരു എലൈറ്റ് ക്ലാസ് വിഭാഗത്തിനെ മാത്രം മേൽഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അടിസ്ഥാന വർഗക്കാരുടെ പ്രശ്നങ്ങളോ അവർ നിത്യേന അനുഭവിക്കുന്ന ദുഃഖമോ ഒന്നും തന്നെ ഈ സർക്കാരിൻ്റെ വിഷയമേ അല്ല എന്നുള്ളത് നാൾക്ക് നാൾ ബോധ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ഒരു രീതിയിലും കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് CPI തുറന്നടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ജനവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമാണ്. ഇതിൽ CPI കൂടി പെട്ടുപോകുന്നല്ലോ എന്നോർക്കുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട് എന്നാണ് സി ദിവാകരൻ തുറന്നടിച്ചത്. മുന്നണി വിടണമോ എന്നുള്ളത് പല സമയങ്ങളിലും പാർട്ടി ചർച്ച ചെയ്യാറുണ്ട്, ആലോചിക്കാറുണ്ട്. എന്നാൽ ആ രീതിയിലേക്ക് വലിയ കടുത്ത തീരുമാനമെടുക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് തുറന്നടിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വവും ഈ അഭിപ്രായത്തോട് തീർച്ചയായും യോജിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ പാർട്ടി നയങ്ങൾ എല്ലാം ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്യമായ പ്രസ്താവനകൾ, വ്യക്തിപരമായ നിലപാടുകൾ ഒന്നും പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്.